Hi Fishy Doctors. അപ്പോൾ എല്ലാവരും നീറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിൻ്റെ ഒരു ടെൻഷനിലാണെന്ന് അറിയാം. കുറേ പേരൊക്കെ ഭയങ്കരമായിട്ട് പാനിക് ചെയ്യുന്നുണ്ട്. അതായത് ആൻസർ കീയിൽ വ്യത്യാസമുണ്ട്, ചലഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തിനാണ് ചലഞ്ച് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലാത്ത കുറേ പേരുണ്ട്. അവരോടൊക്കെ ഒന്നൊരു ഇൻഫർമേഷൻ തരാനാണ് വന്നത്. ആൻസർ കീ ചലഞ്ച് ചെയ്യുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ മാർക്ക് ചെയ്ത ആൻസർ, നിങ്ങൾ നീറ്റ് എക്സാമിന് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ തന്ന പ്രൊവിഷണൽ ആൻസർ കീയിലുള്ള ഓപ്ഷൻ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതായത് അതല്ല കറക്റ്റ് ഓപ്ഷൻ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അതിൻ്റെ കാരണം, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നുള്ള ഒരു പ്രൂഫ് ഓഫ് ഡോക്യുമെൻ്റ്, ഒരു ഡെറിവേഷനോ അല്ലെങ്കിൽ NCERTയുടെ സ്ക്രീൻഷോട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനെയും ആൻസർ കീനെ ചലഞ്ച് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് OMR ഷീറ്റിലെ അല്ലെങ്കിൽ റെക്കോർഡഡ് റെസ്പോൺസിൻ്റെ ചലഞ്ചാണ്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ അന്ന് മാർക്ക് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യന് ഓപ്ഷൻ 3 ആണ് മാർക്ക് ചെയ്തതെന്ന് വിചാരിക്കാം. പക്ഷേ ആൻസർ കീ വന്നപ്പം അതിലിപ്പോൾ വന്നിരിക്കുന്ന ഓപ്ഷൻ 4 ആണ് മാർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്തതുമായിട്ട് അത് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ റെക്കോർഡ് റെസ്പോൺസിനെ ചലഞ്ച് ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്തത് ഇതായിരുന്നു, പക്ഷേ ഇതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ചലഞ്ച് ഉള്ളത്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ NTA വെബ്സൈറ്റിൽ കിടക്കുന്നത്. മക്കൾ NTA വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഈ പബ്ലിക് നോട്ടീസ് കാണാൻ പറ്റും. 29-ാം തീയതിയാണ് ഇത് റിലീസ് ചെയ്തത്. പിന്നെ ഇതിൽ കാര്യമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 29-ാം തീയതി മുതൽ 31-ാം തീയതി, അതായത് നാളെ രാത്രി 11:50 വരെ ഈ ക്ലെയിം ചെയ്യാം. നിങ്ങൾക്ക് ഈ ചലഞ്ചിങ് ചെയ്യാം. അപ്പോൾ ചലഞ്ച് ചെയ്യേണ്ടത് ഏത് സിറ്റുവേഷനിലാണെന്നുള്ളത് മാം പറഞ്ഞു തന്നല്ലോ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? രണ്ട് ചലഞ്ച് ഉണ്ട്. ഒന്ന് ആൻസർ കീനെ ചലഞ്ച് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതല്ല ഇതായിരുന്നു, ഒരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് പ്രൂഫ് ഓഫ് ഡോക്യുമെൻ്റ്, അതിൻ്റെ കൂടുതലൊരു പ്രൂഫ് വെച്ച് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. 200 രൂപയാണ് ഈ ആൻസർ കീ ചലഞ്ചിന് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ റെക്കോർഡ് റെസ്പോൺസിലാണ് ഇനി മാറ്റം വന്നത്. OMRൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തു, പക്ഷേ അവർ റെക്കോർഡ് ചെയ്ത് വന്നിരിക്കുന്നത് വേറൊന്നാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചലഞ്ച് ചെയ്യാം. പക്ഷേ അതും വിത്ത് പ്രൂഫ്, നമ്മൾ മാർക്ക് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരു പ്രൂഫ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത് 31-ാം തീയതി വരെ ചെയ്യാം. ഡേറ്റ് ആദ്യം നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ OMR ഷീറ്റ് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക എന്നുള്ളത് ഓൾറെഡി മാം പറഞ്ഞിരുന്നു ഒരു ഷോർട്ട് വീഡിയോയിൽ. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിരുന്ന ഇമെയിൽ ID, ആ ഇമെയിൽ IDയിൽ നിങ്ങളുടെ ഈ OMR ആൻസർ ഷീറ്റ് വന്നിട്ടുണ്ടാകും. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ചലഞ്ച് ചെയ്യാം. ഈ ചലഞ്ചിൽ നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് നോൺ റീഫണ്ടബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മക്കൾ ചെയ്യേണ്ടത്, ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ആൻസർ കീയിൽ നിങ്ങൾ ആൻസർ ബുക്ക്ലെറ്റിൽ ഒരു ബുക്ക്ലെറ്റ് കോഡ് കൊടുത്തിട്ടുണ്ടാവും. ഏത് ആൻസർ ബുക്ക്ലെറ്റ് ആണോ നിങ്ങൾ ആൻസർ ചെയ്തത് അതിൻ്റെ ആൻസർ കീ തന്നെ ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് ശ്രമിക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് OMR ഗ്രിഡിൻ്റെ കാര്യവും ചലഞ്ചിൻ്റെ കാര്യമൊക്കെ മാം പറഞ്ഞു. ഇനി ചലഞ്ച് ചെയ്യേണ്ടത് ഇത് ഓൺലൈൻ മോഡാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ 10 ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ആ 10 ക്വസ്റ്റ്യനും അവർ റിവൈസ് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഇല്ല, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെയാണ്, ഇത് റിവൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ നോട്ടിഫിക്കേഷൻ ഒന്നും തരില്ല. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ചലഞ്ച് ചെയ്യുമല്ലോ. സെയിം ക്വസ്റ്റ്യൻ നമ്പർ 10, അതിനെ ഒരു 70% കാൻഡിഡേറ്റ്സും പറയുന്നു ഇവർ തന്നിരിക്കുന്ന ആൻസർ തെറ്റാണ്, NTA ആൻസർ കീ തെറ്റാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് വിത്ത് പ്രൂഫ് അവരെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നോക്കിയിട്ട് അവരുടെ എക്സ്പേർട്ട് പാനൽ, സബ്ജക്റ്റ് എക്സ്പേർട്ട് പാനൽ അത് അനലൈസ് ചെയ്തിട്ട് അവർ റിവൈസ്ഡ് ആൻസർ കീ തരും. ഓക്കെ, റിലീസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ വെറുതെ സംശയമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ചലഞ്ച് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പം ഇൻഡിവിജ്വൽ നോട്ടിഫിക്കേഷൻ വരണമെന്നുമില്ല, നിങ്ങൾക്ക് അത് ചിലപ്പം റിവൈസ് ചെയ്ത് കറക്റ്റ് ആൻസർ മാർക്ക് കിട്ടണമെന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അത്രയ്ക്കും ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ ചലഞ്ച് ചെയ്യുക. ഓക്കെ, യെസ്. പിന്നെ ചില ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പം അതെന്താണെങ്കിലും ചലഞ്ച് ചെയ്യാം. ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മക്കൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക. അതായത് നിങ്ങളുടെ ടീച്ചേഴ്സിനെയോ നിങ്ങളെ സബ്ജക്റ്റ് എക്സ്പേർട്സിനെയോ കാണിച്ചിട്ട് ഇതാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് ഞാൻ കൊടുക്കുന്ന റീസൺ എന്ന് പറഞ്ഞ് അത് അവരെ കാണിച്ച് ഒന്ന് അപ്രൂവൽ എടുത്തിട്ട് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാണ് ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. ആ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഓപ്പൺ ആവും. ഈ പേജിൽ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിക്ക് ഹിയർ ഫോർ ആൻസർ കീ ചലഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ, ആൻസർ കീ ചലഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേജ്
പേജ് ഓപ്പൺ ആയി വരുമെന്ന് മാം പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ പലരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പേജിൽ എറർ ആയിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം 24 ലക്ഷം പേര് എഴുതിയ എക്സാം ആണ്. അപ്പോൾ അതിലൊരു 50% ആൾക്കാർ ചലഞ്ച് ചെയ്താലും മതിയല്ലോ. അപ്പം ആ പേജ് വല്ല സെർവറായി ഹാങ് ആയി പോയിട്ടുണ്ടാകും. അപ്പോൾ കുഴപ്പമില്ല, നാളെ വൈകിട്ട് വരെ നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ മക്കൾ പാനിക് ആവാണ്ട് റിലാക്സ് ചെയ്യുക. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ഡെഫിനറ്റ് ആയിട്ടും എററൊക്കെ റിമൂവ് ചെയ്ത് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അപ്പം നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ബുക്ക്ലെറ്റ് കോഡ് ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് ഈ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് അപ്ലൈ ഫോർ ആൻസർ കീ ചലഞ്ച് എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഒരു സെലക്ട് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും സെക്യൂരിറ്റി കോഡൊക്കെ കറക്റ്റ് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 50-50-50-50 സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ദ നമ്പർ നെക്സ്റ്റ് ടു ദ ക്വസ്റ്റ്യൻ അണ്ടർ ദ കോളം കറക്റ്റ് option stands for the most appropriate answer key used by the NTA. Okay, to be used by the NTA. If you wish to challenge this option, you may use any one or more of the options given in the next 4 columns by clicking the check box. Okay, അതായത് അവർ കൊടുത്തിരിക്കുന്ന ആൻസർ കീ അതിലുണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ഏതാണോ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത് അതിൽ ആ ബോക്സിൽ ചെക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഡെറിവേഷനോ എന്തെങ്കിലും ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അതിൽ അപ്ലോഡ് ചെയ്യുക. ഒരു സിംഗിൾ 2-3 ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ ഫയലിൽ അത് അപ്ലോഡ് ചെയ്യണം. ആഫ്റ്റർ ക്ലിക്കിംഗ് യുവർ ഡിസൈഡ് ഓപ്ഷൻ ഓരോന്നിലും ഓക്കെ സേവ് യുവർ ക്ലെയിം എല്ലാം ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഫിസിക്സിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കെമിസ്ട്രിയിൽ 2 ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യണം. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ സേവ് യുവർ ക്ലെയിം ചെയ്യണം. അതിനുശേഷം ഒരു പേജിൽ നിങ്ങൾക്കൊരു ക്ലെയിം കാണാൻ പറ്റും, സ്ക്രീൻ ഡിസ്പ്ലേയിങ് ഓർ യുവർ ചലഞ്ചസ്. അതിനുശേഷം സേവ് യുവർ ക്ലെയിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാം. ഫീസ് ഓൺലൈൻ മോഡിലാണ്. അപ്പോൾ ഡെബിറ്റ് കാർഡ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, അങ്ങനെ എല്ലാ ഓപ്ഷനിലും നമുക്ക് പേ ചെയ്യാം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 200 rupees പെർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതിന് പേ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അപ്പോൾ അത് നമ്മുടെ ആൻസർ കീ ചലഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ. നമുക്ക് OMR ആൻസർ ഷീറ്റ് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ OMR ആൻസർ ഷീറ്റ് ഗ്രേഡിംഗ് ആൻഡ് റെക്കോർഡഡ് റെസ്പോൺസസ്, അതായത് നിങ്ങൾ ഒരു ആൻസർ മാർക്ക് ചെയ്തു പക്ഷേ OMRൽ റെക്കോർഡഡ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ആൻസർ ചെയ്ത OMRൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ ഇമെയിൽ ID യിൽ വന്നിട്ടുണ്ടാവില്ലല്ലോ. ഇനി വന്നിട്ടില്ലാത്തവർ ടെൻഷൻ അടിക്കേണ്ട, വന്നോളും. ഓക്കെ, യെസ്, അത് വേറെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ അല്ല, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതും ഇതുപോലെ തന്നെ ഇവിടെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ പോയി ലോഗിൻ ചെയ്യുക. OMR ചലഞ്ചിൽ ക്ലിക്ക് ചെയ്യുക. OMR ചലഞ്ച് ലിങ്ക് ഓപ്പൺ ആകും. അവിടെ ഇത് ഓരോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ദ നമ്പർ next to the question number under the column captured response as per OMR sheet നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. യെസ്, once you select any question for challenge you will see the 3 options under the column candidates claim. അപ്പോൾ ക്യാപ്ചേർഡ് റെസ്പോൺസ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും OMR ഷീറ്റിൽ അവർ ഏതാണ് ക്യാപ്ചർ ചെയ്യുന്നുള്ളത്. പക്ഷേ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇഫ് യു വിഷ് ടു ചാലഞ്ച് ദിസ് ഓപ്ഷൻ യു മേ യൂസ് ദ ഓപ്ഷൻസ് ഗിവൺ ഇൻ ദ കാൻഡിഡേറ്റ്സ് ക്ലെയിം. കാൻഡിഡേറ്റ്സ് ക്ലെയിമിൽ നിങ്ങൾ ക്ലെയിം ചെയ്യാണ് ഞാൻ മാർക്ക് ചെയ്തതാണ് പക്ഷേ നിങ്ങൾ റെക്കോർഡ് ചെയ്തതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ക്ലെയിം ആണെന്ന് പറഞ്ഞ് അത് കാണിക്കുക. ആഫ്റ്റർ ക്ലിക്കിംഗ് യുവർ ഡിസൈഡ് ഓപ്ഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിക്ക് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലെയിം സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ആൻഡ് പേ ഫീ, അത് കഴിഞ്ഞിട്ട് ആ പേയ്മെൻറ്റിൻ്റെ ഒരു റെസിപ്റ്റ് വരും. ആ റെസിപ്റ്റ് ആൻസർ കീ ചാലഞ്ചിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ബിക്കോസ് അത് ലേറ്റർ ഓൺ ഫോർ ഫ്യൂച്ചർ റെഫറൻസസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല, എനിക്ക് വെബ്സൈറ്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ വെബ്സൈറ്റ് ഇപ്പോൾ ഹാങ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. മക്കൾ ചെയ്യേണ്ടത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ഉടനെ തന്നെ ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആണോ ചലഞ്ച് ചെയ്യേണ്ടത്, ആൻസർ കീനെ ആണോ ചലഞ്ച് ചെയ്യേണ്ടത്, അതോ നിങ്ങളുടെ റെക്കോർഡ് റെസ്പോൺസിനെ നിങ്ങളുടെ OMR ഷീറ്റിനെ ആണോ ചലഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും അത് ക്ലെയിം ചെയ്യാം, വിഷമിക്കേണ്ട. പക്ഷേ അഗെയിൻ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. ആൻസർ ബുക്ക്ലെറ്റ് നമ്പർ കറക്റ്റായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് വിത്ത് പ്രൂഫായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഓർക്കുക, ക്ലെയിം ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ റിസൾട്ട് റിവൈസ്ഡ് ആവണമെന്നില്ല. അത് അവരെ അപ്രൂവ് ചെയ്താൽ മാത്രം, അവരെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം ആണ് ഫൈനലൈസ്ഡ് റിവൈസ്ഡ് ആൻസർ കീ അവർ റിലീസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഓൾ ദ വെരി ബെസ്റ്റ്.